ഖലീഫ കണ്ടു. എ പ്രെറ്റി നീറ്റ് സ്റ്റൈലിഷ് ആക്ഷൻ പടമാണ് ഖലീഫ. അതില് പൃഥ്വിയുടെ സ്വാഗ്, വൈശാഖിന്റെ ഒരു മേക്കിംഗ്, ജെയ്ക്സിന്റെ തരക്കേട്ടിലെത്ത BGM, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു അൾട്ടിമേറ്റ് ക്യാമിയോ എഫക്ട്, ഇതെല്ലാം കൂടി വരുമ്പോ തന്നെ പടം എൻജോയബിൾ ആണ്. പിന്നെ ഇതിൽ നിങ്ങൾ മാരകമായ കഥയോ എന്താ പറയാ പിടിച്ചിരുത്തുന്ന സ്മാർട്ടായിട്ടുള്ള ഗംഭീര സ്ക്രിപ്റ്റോ ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഇതിലില്ല. അത് വാസ്തവമാണ്. ഇതിന്റെ ഒരു ചെറിയൊരു പോരായ്മ അത് തന്നെയാണ്. കാരണം ഇതിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനും അല്ല. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല ആക്ഷൻസ്, നല്ല സ്റ്റൈല്, അത്യാവശ്യം നല്ല മേക്കിംഗ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ലീഡിങ് റോൾ ആയിട്ടുള്ള പൃഥ്വിയുടെ സ്വാഗ് ഇതിനോട് മാച്ച് ചെയ്യുക, ആ ആക്ഷൻസ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, പിന്നെ നമ്മളെ ഏവരും പ്രതീക്ഷിക്കുന്ന ക്യാമിയോ നന്നായിട്ട് വരിക. ഇതൊക്കെയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഖലീഫ അത് നിങ്ങൾക്ക് തരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതുവരെ ഒരു എന്താ പറയാ സ്ക്രീൻ പ്ലേയിലോ മറ്റേ സംഭാഷണങ്ങളിലോ കഥയുടെ പോക്കിലോ ഇതുവരെ കാണാത്ത ഒരു റൂട്ടോ ചേരുവകളോ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇതിലില്ല. പക്ഷെ അതൊരു വലിയൊരു പോരായ്മയായിട്ട് അത് എടുക്കുന്നവർക്ക് അത് തോന്നാം. എനിക്കതൊരു വലിയൊരു പോരായ്മയല്ല. കാരണം ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചത് നല്ല ആക്ഷൻസ് ആണ്, പൃഥ്വിയുടെ സ്വാഗ് ആണ്, ലാലേട്ടന്റെ ഒരു തരക്കേടില്ലാത്ത അല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാമിയോ. അത് എനിക്ക് കിട്ടി. അത് കിട്ടി കഴിഞ്ഞാൽ തന്നെ പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഓണ സമയത്ത് ഫ്രണ്ട്സിനോ ഫാമിലിയോ ആയിട്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നീറ്റ് ഡീസന്റ് ആക്ഷൻ സ്റ്റൈലിഷ് എന്റർടൈനർ ആണ് ഖലീഫ. ഞാൻ ആദ്യം പറഞ്ഞു ചില റിവ്യൂ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ പടത്തില് ഗംഭീരമായ സ്ക്രിപ്റ്റോ ഗംഭീരമായ സംഭാഷണങ്ങളോ ക്യാരക്ടർ ആർക്കോ. ക്യാരക്ടർ ആർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ എനിക്ക് പേഴ്സണലി അതില് വില്ലന്മാരുടെ ക്യാരക്ടർ ആർക്ക് എനിക്ക് അത്ര വർക്കായിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു പടത്തില് അവർക്ക് ഒന്നും കൂടി ഒരു പഞ്ചാബമായിരുന്നു. ഇത് അവർ ഭയങ്കര വീക്കും, നായകന്റെ ഏരിയ ഭയങ്കര സ്ട്രോങ്ങും. അതായത് അവർക്ക് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ആകെ ഗുണ്ടകളെ പറഞ്ഞയക്കുക എന്ന രീതിയിൽ ഈ മാറി. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു ഷംബിത്തിലകനായാലും നീൽനിധി മുകേഷ് ആയാലും ശരി അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ നായിക, ഇപ്പോഴത്തെ ഒരു നായിക വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നായിക വേണ്ട. പക്ഷെ നായിക വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസത്തിന് വേണം. അങ്ങനത്തെ ഒരു നായിക കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. മാളവിക എന്ന പുതിയൊരു ആക്ട്രസ് ആണ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ജസ്റ്റ് ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു നായിക. ആ പാട്ട് കൊള്ളാം ഫസ്റ്റ് ഹാഫില്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രഞ്ജി പണിക്കറിന്റെ റോള് പിന്നെയുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇന്ദ്രൻസ് ആണെങ്കിലും അവർക്കൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ റോളുകളുള്ളൂ. പക്ഷെ അത് അവർക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതിൽ ഇന്ദ്രൻസ് ഇവരൊക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ല. പക്ഷെ വില്ലന്മാരുടെ സൈഡ് എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് വന്നില്ല. കാരണം അവര് എന്തൊക്കെയോ വലിയ സംഭവമാക്കാൻ നോക്കി ഒന്നും ആവാത്ത പോലെയാണ് വില്ലന്മാരെ ഏരിയ തോന്നിയത്. കാരണം ഇപ്പുറത്ത് പൃഥ്വിരാജിന് ആ ആക്ഷൻസും ഒക്കെ പ്രസന്റ് ചെയ്ത രീതി വെച്ച് നോക്കുമ്പോ വില്ലന്മാരെ ഏതാണ്ട് സൈഡ് ക്യാരക്ടറാ. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഒഴുക്കുള്ള ഒരിക്കലും ബോറടിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. അത്യാവശ്യം ഒരേ ഒരു മീറ്റർ അവർ പിടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആക്ഷൻസ് വരുമ്പോൾ വളരെ ഉഷാറായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വി ആക്ഷൻ ചെയ്യുമ്പോൾ കുറേ കൂടി രസമാണ് അത് കാണാൻ. പേഴ്സണലി എനിക്കത് ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ക്യാമിയോ, അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എപ്പോഴാണ് വരിക എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് പേഴ്സണലി ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ മാത്രമല്ല പറയണത് എനിക്ക് തോന്നി. കാരണം അത് ആ ഒരു കൊടുന്ന രീതിയും ക്യാമറ ആംഗിളും ഷോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണലി നല്ല രീതിയിൽ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആ പടത്തിന്റെ ഒരു മൂഡ് ഒന്ന് എലവേറ്റ് ചെയ്തു. ആ എലവേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരത് പടം ഫിനിഷ് ചെയ്യാണ്. അതുകൊണ്ട് ഓവറോൾ പഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയ ഒരു പ്രെറ്റി ഡീസന്റ് നീറ്റ് സ്റ്റൈലിഷ് മാസ് പടം തന്നെയാണ് ഖലീഫ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഓണ സീസൺ ആണ്, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. മറ്റു പടങ്ങളുടെ റിവ്യൂ വളരെയധികം ഇതിന് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നാളെ നെയ്യുമ്പോൾ പടം ഉണ്ട്. അതൊക്കെ ഇതിൽ മാറ്റർ ആണ്. കാരണം അങ്ങനത്തെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞു ഖലീഫയ്ക്ക് നിങ്ങൾ ആക്ഷൻ ഇടി പടം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഖലീഫയ്ക്ക് പോവാം. നിങ്ങൾ ആ ഒരു മൈൻഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ പോവുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.